എല്ലാവർക്കും KM TV കർണാട്ടിക് കീബോർഡ് ലെസണിലേക്ക് സ്വാഗതം. ഞാൻ അജയ്കുമാർ ജി. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും സബ്സ്ക്രൈബറും വ്യൂവറും അല്ലാത്തവർ ആകസ്മികമായിട്ട് ഇത് കാണുകയാണെങ്കിൽ അവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഈ കീബോർഡ് ലെസണിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള, നമ്മുടെയൊക്കെ ഊർജം തിളച്ചു കയറുന്ന നമ്മുടെ ദേശീയഗാനം എങ്ങനെയാണ് കീബോർഡിൽ വായിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം രാഗത്തിലാണ്. അപ്പം നമ്മൾ ഇതുവരെയുള്ള എക്സസൈസ് എല്ലാം പഠിച്ചത് മായാമാളവ ഗൗളല്ല. അപ്പം ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു മായാമാളവ ഗൗള രാഗത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇതിനെ ശങ്കരാഭരണം രാഗത്തിലും വായിക്കാം. അങ്ങനെ രാഗങ്ങൾ മാറ്റി മാറ്റി നമുക്ക് വായിക്കാം എക്സസൈസുകൾ. പക്ഷേ ഗാനങ്ങൾക്കത് സാധിക്കത്തില്ല, കാരണം അതിൻ്റെ ഭാവം മാറും. അപ്പം ശങ്കരാഭരണം രാഗം വായിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമുക്ക് ആ ക്ലാസ് ഒന്ന് കാണാം. വളരെ സിമ്പിളായിട്ട് കീബോർഡിൽ വായിക്കാവുന്ന ദേശീയഗാനമാണ് നമ്മുടേത്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ആദ്യം ശങ്കരാഭരണം രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം നമുക്കൊന്ന് നോക്കാം. സ, വലിയ രി, ചതുശ്രുതി ഋഷഭം എന്ന് പറയും. സ, രി, വലിയ ഗ, ഗ, ചെറിയ മ, പഞ്ചമം, ചതുശ്രുതി ദൈവം, വലിയ നീ, മേൽസ്ഥായി സ. ഇതുപോലെ തന്നെ ഇതിന്റെ അവരോഹണം വായിക്കണം. അതായത് ഇങ്ങനെ സാനീദാപ്പ മഗരീസ. അപ്പോ സരിഗമ പദനിസ സാനിദാപ്പ മഗരീസ. അപ്പം ജനഗണമന നിങ്ങൾക്കെല്ലാം അറിയാം, എങ്കിലും ഞാൻ ഈ നോട്ട് ഇതിൻ്റെ കൂടെ എൻക്ലോസ് ചെയ്യും. നോട്ടിൽ നൊട്ടേഷൻ മാത്രമേ ഉണ്ടാവൂ, കാരണം ഗാനങ്ങളെല്ലാവർക്കും അറിയാവുന്നതാണ്. ദേശീയഗാനം നമ്മുടെ അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ഒന്നാമത്തേത് ദാ ജനഗണമന അധിനായക ജയ ഹേ. അപ്പോ സരി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ രി ഗ മ. ഭാരതഭാഗ്യ വിധാത എന്നുള്ളത് ഗ ഗ ഗ രി 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 സ രി സ സ. അടുത്തത് പ പ പ പ പ പ പ പ പ പ. അടുത്ത ലൈൻ ഗ ഗ ഗ രി 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 മ ഗ. അടുത്ത ലൈൻ ഗ ഗ ഗ ഗ ഗ ഗ പ പ പ മ മ മ. ഗ ഗ ഗ രി 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 സ രി സ സ രി ഗ ഗ ഗ ഗ ഗ രി ഗ മ ഗ മ പ പ പ പ മ ഗ രി മ ഗ. അടുത്തല്ലേ ഗ ഗ രി 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 സ രി സ. അടുത്തല്ലേ പ 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 പ. ma ma
മ ഗ ഗ ഗ രി മ ഗ സ നി സ നി ദ നി ദ പ ദ സ രി ഗ ഗ ഗ ഗ രി ഗ മ. ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ ഈ നൊട്ടേഷൻ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം, ദേശീയ ഗാനവും കൂടി ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് പഠിക്കാം. ഈ ദേശീയഗാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സരിഗമ പ വരെ ഉള്ളൂ ആദ്യം മുതൽ ഈ നോട്ട് കൂടുതൽ, അവസാനമാണ് മേൽസ്ഥായി സായിലേക്ക് പോകുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ഒന്നിനെ അപമാനിച്ച് പറയുന്നില്ല. ഈ ദേശീയ ഗാനം കർണാട്ടിക് സംഗീതത്തിൽ വായിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ വെസ്റ്റേൺ നൊട്ടേഷനും എൻ്റെ കയ്യിലുണ്ട്. വെസ്റ്റേൺ കൂടെ ഞാൻ വായിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ചില ബുദ്ധിമുട്ടാണ് അത് വായിച്ചു പോകാൻ. കാരണം അതിൻ്റെ കൂടെ ഈ കോഡൂടെ വായിച്ച് പോകണം, മനസ്സിലായോ? അപ്പം അങ്ങനെ വായിച്ച് പോയെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നവർക്ക് പാട്ടുകൾ വായിക്കാൻ എളുപ്പമാണ്. ഞാൻ 3-4-5 പാട്ടുകൾ ഇനി ഇടുന്നുണ്ട് മുന്നോട്ട്. ആ പാട്ടുകളുടെ നൊട്ടേഷൻ വെച്ച് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഓരോ പാട്ടിനും നൊട്ടേഷനും അതിൻ്റെ രാഗവും മനസ്സിലാക്കാൻ സഹായിക്കും നിങ്ങളെ അത്. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ദയവായിട്ടിത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവിധ ഓണാശംസകളോടെ ഞാൻ അജയകുമാർജി തൽക്കാലത്തേക്ക് നിങ്ങളോട് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.